രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായി തങ്ങളുടെ പ്രതിരോധ പങ്കാളിത്തം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ ധർമ്മ ഗാർഡിയൻ 2026 ഏഴാമത് പതിപ്പ് 2026 ഫെബ്രുവരി 24 മുതൽ മാർച്ച് 9 വരെ ഉത്തരാഖണ്ഡിലെ ചൌബാട്ടിയയിൽ നടക്കുമെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുകയാണ്. ഇരു സേനകളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നഗര യുദ്ധവും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും സംയുക്തമായി നടത്തുന്നതിനും വേണ്ടിയാണ് ഈ അഭ്യാസം നടത്തുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ സൈനികർ സംയുക്ത ആസൂത്രണം പരിഷ്കരിക്കുകയും തന്ത്രപരമായ അഭ്യാസങ്ങൾ സമന്വയിപ്പിക്കുകയും പ്രത്യേക പോരാട്ട വൈദഗ്ധ്യം പരിശീലിക്കുകയും ചെയ്യും. താൽക്കാലിക ഓപ്പറേറ്റിംഗ് ബേസ് സ്ഥാപിക്കൽ, ഒരു ISR ഗ്രിഡ് വികസിപ്പിക്കൽ, മൊബൈൽ ചെക്ക് പോസ്റ്റുകൾ, കോർഡൻ സെർച്ച് പ്രവർത്തനങ്ങൾ, ഹെലിബോൺ ദൗത്യങ്ങൾ, ഹൗസ് ഇന്റർവെൻഷൻ ഡ്രില്ലുകൾ എന്നിവയാണ് അഭ്യാസത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ പങ്കാളിത്തം വളർന്നുവരുന്നതും പ്രാദേശിക സുരക്ഷയോടുള്ള പങ്കിട്ട പ്രതിബദ്ധതയും ധർമ്മ ഗാർഡിയൻ 2026 വീണ്ടും ഉറപ്പിക്കുന്നു. ഇന്ത്യൻ സൈന്യം എക്സിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇരു സൈന്യങ്ങൾക്കും മികച്ച രീതികൾ പങ്കുവയ്ക്കാനും നഗരയുദ്ധത്തിലും ഭീകരവാദത്തിനെതിരായ പ്രവർത്തനങ്ങളിലും പരസ്പരം പഠിക്കാനും ഇരു സേനകളും തമ്മിൽ വിശ്വാസം വളർത്തിയെടുക്കാനും ഈ അഭ്യാസം അവസരമൊരുക്കുന്നു. 2025 ഫെബ്രുവരി 24 മുതൽ മാർച്ച് 9 വരെ ജപ്പാനിലെ ഈസ്റ്റ് ഫുജി പരിശീലന മേഖലയിൽ നടന്ന എക്സസൈസ് ധർമ്മ ഗാർഡിയന്റെ 6ാം പതിപ്പിന്റെ വിജയകരമായ സ്ഥാപനത്തെ തുടർന്നാണ് 7ാം പതിപ്പ്. കമ്പനി ശക്തി തലത്തിൽ സൈനികരുടെ പങ്കാളിത്തത്തോടെ മെച്ചപ്പെടുത്തിയ തോതിൽ നടത്തിയതിനാൽ ആ അഭ്യാസം ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ആഴത്തിലുള്ള പ്രതിരോധ ബന്ധം സൈനികാഭ്യാസങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. ഈ വർഷം ജനുവരിയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറും അദ്ദേഹത്തിന്റെ ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയും ഒരു പുതിയ AI സംഭാഷണം ആരംഭിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 18ാമത് തന്ത്രപരമായ സംഭാഷണത്തിനിടെ നിർണായക ധാതുക്കളെക്കുറിച്ച് ഒരു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് വിളിച്ചുകൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് ഉഭയകക്ഷി സഹകരണത്തിന്റെ വിപുലീകരണ വ്യാപ്തി എടുത്തു കാണിച്ചു. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തത്തിന്റെ ഒരു പ്രധാന സ്തംഭമായി ഇന്ത്യയും ജപ്പാനും തങ്ങളുടെ പ്രതിരോധ തന്ത്രപരമായ ബന്ധങ്ങൾ ക്രമാനുഗതമായി ആഴത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് സംയുക്ത അഭ്യാസങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് ഒരു പ്രധാന സ്തംഭമായി മാറുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.